നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. LGS 2 ഘട്ട പരീക്ഷ കഴിഞ്ഞു. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂന്നാം ഘട്ടം പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് LGS റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന്, നമ്മൾ കൂടുതൽ ഉൽപാദനം ഏത് സംസ്ഥാനത്താണ്, എന്തൊക്കെയാണ് കൂടുതൽ ഉൽപാദനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ അത് നമ്മൾ പഠിക്കും. മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, തടാകം, ക്ലാസിക്കൽ ഭാഷാ പദവി, ഇതൊക്കെ PSCയുടെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ മൗലികാവകാശങ്ങൾ, സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിർത്തി രേഖകൾ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി മാരത്തോൺ വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നമ്മൾ ആ ഒരു ഏരിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ആ ഒരു സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കൂടുതലും PSCയുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. നോക്കിക്കോളൂ. ആദ്യം നമ്മൾ പോകുന്നത് എന്താണ്? നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. ഓക്കെ, നെല്ല് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ്? പശ്ചിമ ബംഗാളാണ് അല്ലെ. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇനി ചോദിക്കുന്നത് ഗോതമ്പാകാം. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഉത്തർപ്രദേശ് ആണ് അല്ലെ. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഇനി ചണം ചോദിക്കുകയാണെങ്കിലും ഉത്തരം എന്താണ്? പശ്ചിമ ബംഗാളാണ് അല്ലെ. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? പശ്ചിമ ബംഗാളാണ്. ഓക്കെ ആണോ? അപ്പൊ പശ്ചിമ ബംഗാളിലാണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. പരുത്തി കൃഷി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് വരുന്നത്? ഗുജറാത്ത് ആണ്. ഏതാണ്? ഗുജറാത്ത് ആണ്. അപ്പൊ ഇതൊന്ന് മാറിപ്പോകാതെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ണ് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ എക്കലാണോ? അല്ല, അത് ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. മാറിപ്പോകാതെ പഠിക്കണേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എക്കൽ മണ്ണാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിക്കാം. നെല്ല് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലെ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഇനി കരിമ്പ് അതുപോലെ തന്നെ പരുത്തി. ഓക്കെ, കരിമ്പ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അത് കറുത്ത മണ്ണാണ്. ഏതാണ്? കറുത്ത മണ്ണാണ്. മനസ്സിലായോ? അപ്പോ ഒന്നും കൂടെ പറഞ്ഞേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് എക്കൽ മണ്ണാണ്. കരിമ്പ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. തടാകവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ഉത്തരം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്. ഇനി ഇങ്ങനെ ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അങ്ങനെയും ചോദിക്കാം. അപ്പൊ അത് രണ്ടും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ,
ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ നമ്മൾ പറയും ചിൽക്ക തടാകമാണ്. എവിടെയാണ്? ഒഡീഷയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാകാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഏറ്റവും ഉയരത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം സിക്കിമിലെ ചോലമു തടാകമാണ് അല്ലെ. സിക്കിമിലെ ചോലമു തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? ഓക്കെ, ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലെ സാംബാർ തടാകമാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും മാറിപ്പോകാതെ പഠിച്ചു വെച്ചേക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ്, അത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോലമു തടാകം, അത് സിക്കിമിലാണ്. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഉള്ളത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഏതാണ്? സാംബാർ തടാകമാണ്. ഓക്കെ, ക്ലിയർ? എങ്കിൽ അടുത്ത നോക്കിക്കേ, ക്ലാസിക്കൽ ഭാഷാ പദവി. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ ക്ലാസിക്കൽ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇവിടെ റീസെന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതായത് ക്ലാസിക്കൽ ഭാഷാ പദവി ഇതുവരെ നമ്മൾ 6 എണ്ണമായിരുന്നു പഠിച്ചിരുന്നത്. നിങ്ങളും 6 എണ്ണമായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഒക്ടോബർ, നമ്മുടെ 2024 ഒക്ടോബർ ആയപ്പോഴത്തേക്കും ഒരു 5 എണ്ണം കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്ലാസിക്കൽ പദവിയിലേക്ക് 5 ഭാഷകളെ കൂടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പം ബി ഈ ഒരു ക്ലാസിക്കൽ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നെങ്കിൽ ഈ അപ്ഡേറ്റ് ഇല്ലാതെ ചോദിക്കാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് വെച്ചുകൊണ്ട് ചോദിക്കാം. ഓക്കെ, ചിലപ്പം ക്വസ്റ്റ്യൻ ഇട്ട ആ ഒരു ടൈം അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ചോദ്യത്തിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 1 മിനിറ്റ് ഒന്ന് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ദാ നോക്കിക്കേ, ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഉത്തരം തമിഴാണ് അല്ലെ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷയാണ് തമിഴ്. ഇനി ഇതുവരെ, അതായത് കുറച്ച് ഈ ഒരു 2024 ആ ഒരു പകുതി വരെ എത്ര ഭാഷകളെയാണ് ക്ലാസിക്കൽ ഭാഷാ പദവിയായിട്ട് പരിഗണിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്ന ഉത്തരം 6 ആണ്. ആ 6 എണ്ണം കൃത്യമായി പഠിച്ചു വെച്ചേ. ചിലപ്പോൾ അവർ ചോദിക്കുന്നത് എന്തായിരിക്കും? ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോദ്യമാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ ബി അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ പോലും ഇനി അത് എന്ത് ചെയ്യാം, ക്യാൻസൽ ആയി പോകാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട്. അതിനകത്ത് ഒരു ചേഞ്ച് വന്നല്ലോ, അപ്പൊ ബി അത് ക്യാൻസൽ ആയി പോകാം. എങ്കിലും നമ്മൾ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. നോക്കിക്കേ, ആദ്യം, അതായത് ഈ ഒരു സമയത്ത്, ഈ ഒരു അപ്ഡേഷൻ വരുന്നതിന് മുമ്പായിട്ട് 6 ഭാഷകളെയാണ് ക്ലാസിക്കൽ ഭാഷയായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ആദ്യം പരിഗണിച്ചത് തമിഴാണ്, അതിനുശേഷം സംസ്കൃതം അല്ലെ. അപ്പൊ തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഷകളെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ക്ലാസിക്കൽ ഭാഷാ പദവിയായിട്ട് പരിഗണിച്ചിരുന്നത്. എന്നാൽ പുതിയതായിട്ട് ഒരു 5 ഭാഷകളെ കൂടി ക്ലാസിക്കൽ ഭാഷാ പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കും. ചിലപ്പം ക്വസ്റ്റ്യൻ ഇട്ട ഈ ഒരു സമയത്താണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഭാഷകൾ ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആ പുതിയതായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകളിൽ ഉൾപ്പെടാത്തതെന്നോ ഉൾപ്പെടുന്നതെന്നോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആ ഭാഷകൾ 5 എണ്ണം ഏതൊക്കെയാണ്? ഒന്ന് മറാത്തിയാണ്. ഒന്ന് മറാത്തി, പാലി, പ്രാകൃതം. എന്താണ്? മറാത്തി, പാലി, പ്രാകൃതം, ആസാമീസ്, അതുപോലെ ബംഗാളി. ഇത്രയും ഭാഷകൾക്കാണ് പുതിയതായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച 5 ഭാഷകളുണ്ട്. അതേതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃതം, ആസാമീസ്, അതുപോലെ ബംഗാളി.
ഇപ്പോ മൊത്തത്തിൽ എത്ര ഭാഷകളെയാണ് ക്ലാസിക്കൽ ഭാഷകളായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എത്രയാണ്? 11 ഭാഷകളാണ്. ഓക്കെ, അപ്പം ഇപ്പം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ എത്രയാണ്? 11 ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം ഒന്ന് നോക്കിക്കേ. 2013 മെയ് മാസം 23 ആണ്. എന്നാണ് 2013 മെയ് മാസം 23 എന്ത് ലഭിക്കുന്നത്? നമ്മുടെ മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ക്ലാസിക്കൽ ഭാഷാ പദവി ആദ്യമായിട്ട് ലഭിക്കുന്നത് തമിഴിനാണ്. ആദ്യം എത്ര ഭാഷകൾക്കുണ്ടായിരുന്നു? 6 ഭാഷകൾക്കുണ്ടായിരുന്നു. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. പുതിയതായിട്ട് 5 എണ്ണത്തിന് കൂടി ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃതം, ആസാമീസ്, ബംഗാളിയാണ്. ഇപ്പൊ മൊത്തത്തിൽ ക്ലാസിക്കൽ ഭാഷാ പദവിയിലുള്ള ഭാഷകൾ എന്ന് പറയുന്നത് 11 ഭാഷകളാണ്. ഓക്കെ അല്ലേ? ഇനി മൗലികാവകാശങ്ങളിലേക്ക് വരാം. മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ? അപ്പൊ നോക്കിക്കേ, നമ്മളുടെ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 3-ാമത്തെ ഭാഗത്തിലാണ്. ഇനി എവിടെ മുതൽ എവിടെ വരെയുള്ള ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നത്? മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അമേരിക്കയിൽ നിന്നാണെന്ന് അല്ലെ? അപ്പൊ 3-ാം ഭാഗത്താണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത്. ഇനി വിവേചനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അല്ലെങ്കിൽ മൗലികാവകാശത്തിന്റെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിക്കാം. വിവേചനത്തിനെതിരായിട്ടുള്ള അവകാശം. ഓക്കെ, ഏത് ആർട്ടിക്കിൾ ആണ്? 15 ആണ് അല്ലെ? വിവേചനത്തിനെതിരായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. എങ്കിൽ അവസര സമത്വമാണ് 16-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ചോദിക്കാം, അയിത്ത നിർമാർജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? 17 ആണ് അല്ലെ? അയിത്ത നിർമാർജനം ഏതാണ്? 17 ആണ്. അതുപോലെ തന്നെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? 19-ാമത്തെ ആർട്ടിക്കിൾ ആണ്. മനസ്സിലായോ? അവസര സമത്വമാണ് 16, അയിത്ത നിർമാർജനം 17, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് 19-ലാണ്. ഇനി ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? ആർട്ടിക്കിൾ 21 ആണ് അല്ലെ? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 21A ആണ്. ഇത് മാറിപ്പോകാതെ പഠിക്കണേ. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള ആ ഒരു അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 21A. അന്യായമായ അറസ്റ്റ് തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 22-ലാണ്. അന്യായമായ അറസ്റ്റ് തടങ്കല്. ബാലവേല എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 24-ലാണ് എന്തിനെ പറ്റി പറയുന്നത്? ബാലവേലയെ പറ്റിയിട്ട് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ 3-ാം ഭാഗം ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 15. അവസര സമത്വമാണ് ആർട്ടിക്കിൾ 16. അയിത്ത നിർമാർജനം 17-ലാണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ 19-ാമത്തെ ആർട്ടിക്കിളിലാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A. അന്യായമായ അറസ്റ്റ് തടങ്കൽ 22. ബാലവേല 24 ഇനി സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ ആണ് അല്ലെ? ഫസൽ അലി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട്. 1953 ആണ്. ഏതാണ്? 1953-ലാണ് ഏത് കമ്മീഷൻ നിലവിൽ വരുന്നത്?
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ നിലവിൽ വരുന്നത്? ഈ ഫസൽ അലി കമ്മീഷനിലുള്ള അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഫസൽ അലി ഉണ്ട്, HN ഗുൻസ്രു ഉണ്ട്, KM പണിക്കർ ഉണ്ട് അല്ലെ. അപ്പൊ ഫസൽ അലി കമ്മീഷൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, HN ഗുൻസ്രു, KM പണിക്കർ. ഇനി കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി എപ്പോഴും ചോദിക്കാറുണ്ട് ആരാണ്? സർദാർ KM പണിക്കർ ആണ് അല്ലെ. അപ്പോ ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളി അംഗം ആരാണ്? കഴിഞ്ഞ തവണയും ചോദിച്ചൊരു ചോദ്യമാണ്. ആരാണ്? സർദാർ KM പണിക്കർ ആണ്. ഇനി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ്? ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1955 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1956 കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത് 1956. ഇനി നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം, സംസ്ഥാന പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടക്കുന്നല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ നിയമം നിലവിൽ വരുന്നു. അങ്ങനെ നിയമം എന്ത് ചെയ്യുന്നു? 14 സംസ്ഥാനങ്ങൾ അല്ലെ. നിയമം നിലവിൽ വരുമ്പോൾ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 14 സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണെന്ന് ചോദിച്ചാൽ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായത് അല്ലെ. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി സർദാർ KM പണിക്കരാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1955 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത് 1956 നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 14 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 6. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി അതിർത്തി രേഖകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിർത്തി രേഖകൾ എപ്പോഴും ചോദിക്കാറുണ്ട്, എങ്കിലും പഠിച്ചിട്ട് ഇരിക്കുന്നവരായിരിക്കും നിങ്ങൾ, എങ്കിലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കുകയാണ് കേട്ടോ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ എന്നാണ് അല്ലെ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള രേഖയാണ് ഇത് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്കായിട്ടുള്ളത് ഏതാണ്? മക്മോഹൻ രേഖയാണ് അല്ലെ. മക്മോഹൻ രേഖയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ടുള്ളത്. ഇത് എപ്പോഴും കുറെ പേര് കൊണ്ടുപോയി തെറ്റിക്കാറുണ്ട്. ഇന്ത്യ പാകിസ്ഥാനാണ് റാഡ്ക്ലിഫ്, ഇന്ത്യയും ചൈനയും എന്താണ്? മക്മോഹൻ രേഖയാണ്. ഇനി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായിട്ടുള്ള ആ ഒരു അതിർത്തിയാണ് ഗൾഫ് ഓഫ് മാന്നാർ അല്ലെങ്കിൽ പാക് കടലിടുക്ക് എന്ന് പറയാം അല്ലെ. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ളതാണ്. ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള രേഖയാണ് ഏത്? ഡ്യൂറന്റ് രേഖ എന്ന് പറയുന്നത്. ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള രേഖ ഏതാണ്? ഡ്യൂറന്റ് രേഖയാണ്. മനസ്സിലായോ? അപ്പൊ അതിർത്തി രേഖകൾ ഏതൊക്കെയാണ്? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ളത് റാഡ്ക്ലിഫ്, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ളത് മക്മോഹൻ, ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ളത് ഡ്യൂറന്റ്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ളത് ഗൾഫ് ഓഫ് മാന്നാർ പാക് കടലിടുക്കും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റും അതുപോലെ നിയമം നിലവിൽ വന്ന ഡേറ്റും എപ്പോഴും കുറെ പേര് കൊണ്ടുപോയി തെറ്റിക്കാറുണ്ട്. ശ്രദ്ധിച്ച് ഇവിടെ പഠിച്ചു വെച്ചിരിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്തെന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. എന്നാണ് 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് എന്ത് നിലവിൽ വരുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഉണ്ടല്ലോ, ഈ നിയമം നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഡേറ്റ് എന്താണ്? 1993 സെപ്റ്റംബർ മാസം 28 കേട്ടോ. സെപ്റ്റംബർ 28 നിയമം വരുന്നത്, ഒക്ടോബർ 12 കമ്മീഷൻ വരുന്നത്. ഓക്കെ അല്ലേ? മാറിപ്പോകത്തില്ലല്ലോ. എങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് മാനവ് അധികാർ ഭവൻ എന്നാണ്. മുമ്പ് സർദാർ പട്ടേൽ ഭവൻ എന്നൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത് അല്ലെ. അപ്പൊ ആസ്ഥാനം അറിയപ്പെടുന്ന പേരെന്താണ്? മാനവ് അധികാർ ഭവൻ ആണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇനി ചെയർമാനായ ആദ്യ മലയാളി ചോദിച്ചാൽ അത് KG ബാലകൃഷ്ണനാണ് അല്ലെ. ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ്.
നിലവിലെ ആ ഒരു ചെയർമാൻ ആരെന്ന് കൂടി പഠിക്കണം. അതിപ്പം എന്താണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല. മേ ബി നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്തോ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ടോ ചിലപ്പോൾ മേ ബി ആരെങ്കിലും പുതിയതായിട്ട് വരാം. അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ കേസ് അധികം ചോദിക്കാറില്ല. ഓക്കെ, അപ്പോ വിജയഭാരതി സയാനിയാണ് നിലവിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത്, ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. സോ പുതിയതായിട്ട് ഒരാൾ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മള് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനെ കുറിച്ചിട്ട് പേരുകൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഹീരലാൽ സമരിയെയും വി ഹരിനായരും. ഓക്കെ, അത് മാറിപ്പോകാതെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഓർത്ത് വെച്ചിരിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ്. അപ്പോ ഈ ഒരു LGS പരീക്ഷ നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ, വളരെ കുറച്ച് സമയമുള്ളൂ, മാക്സിമം കുറച്ച് സമയമാണെങ്കിൽ പോലും നമുക്ക് മാക്സിമം പഠിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ 1, 2, 3 ടോപ്പിക്കുകളൊക്കെ, പഠിക്കാത്ത ടോപ്പിക്കുകളൊക്കെ നമുക്ക് പഠിച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ മാക്സിമം ടൈം കണ്ടെത്തുക, മാക്സിമം എഫേർട്ട് ഇടുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് പുറകെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി പിന്നീട് കാണാം. താങ്ക് യു.